അർദ്ധവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. ആദ്യമേ പറയുന്നു, മുഴുവനായി കാണുക. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നഷ്ടപ്പെടുത്തി കളയരുത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, നുമയ്യിസു വേർതിരിക്കാനാണ്. അൽ ലമാഇറുൽ മുത്തസില മുത്തസിലായി ചേർന്ന് വരുന്ന ലമീറുകളും അൽ ലമാഇറുൽ മുൻഫസില ഒറ്റക്കൊറ്റക്ക് വേർപിരിഞ്ഞ് വരുന്ന ലമീറുകളും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് വേർപിരിച്ചെഴുതാനാണ്. ലക്ക നിനക്ക് വേണ്ടി, ലക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഗേൾസാണ്. ന കണ്ടില്ലേ, ശബ്ദുള്ള. അൻതി നീ ഗേളാണ്. അൻതുന്ന നിങ്ങൾ അതും ഗേളാണ്, കാരണം ന എന്നുണ്ടല്ലോ. അൻതും നിങ്ങൾ അത് ബോയിയാണ്. ലഹുമ അവർ രണ്ടുപേരും, ഈ രണ്ടു പേർക്ക് എപ്പോഴും ആണിനും പെണ്ണിനും ഒരേ പദങ്ങളായിരിക്കും. ലഹുമ ആണും പെണ്ണും രണ്ടു പേർക്കും ലഹുമ തന്നെയാണ് ഉപയോഗിക്കുക. കലമുക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേന. ആ നിങ്ങൾ ഗേളാണ്, കാരണം ന കണ്ടില്ലേ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിയാൽ ലിസാൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള വിഷയം നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇനി നമുക്ക് വേറെ പിരിക്കാം. ലക്ക പറഞ്ഞാൽ നിനക്ക് വേണ്ടി. മുത്തസിലായ ലമീറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിൻ്റെ കൂടെ അല്ലാതെ അത് വരില്ല. അതിന് ഒറ്റയ്ക്ക് വരാനുള്ള കെണുപ്പതിനില്ല. അതുകൊണ്ടാണ് ഈ ലക്ക, ലക്കുന്ന, ലഹുമ കണ്ടില്ലേ. കലമു കുന്ന, കലമെന്ന് പറഞ്ഞാൽ പേനയാണ്, അത് ലമീറല്ല. അതിൻ്റെ കൂട്ടത്ത് വന്ന ആ കുന്നയാണ് അവിടെ ലമീർ. അൻത കണ്ടില്ലേ ഒറ്റയ്ക്ക്, അൻതുന്ന, അൻതും. അപ്പോൾ അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നെഹ്നു, ഇതൊക്കെ ഒറ്റയ്ക്ക് വരുന്ന ലമീറുകളാണ്. അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. വളരെ എളുപ്പമുള്ള ചോദ്യം. ചിലപ്പോൾ ഇത് പൂരിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ പെട്ടികളിൽ കള്ളിയിൽ കൊടുത്തിട്ട് തിരഞ്ഞെടുക്കാനായിരിക്കും. അങ്ങനെ പല വിധേനയുള്ള രൂപത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി രണ്ടാമത്തത് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് 6 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, 6 ചോദ്യങ്ങൾ ഇപ്പുറത്തുണ്ട്. അതിനോട് യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ്. അതിൽ അധികവും മുലാഫിൻ ഇലൈഹി, മുലാഫിൻ ഇലൈഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രയോഗം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ള, അള്ളാഹിൻ്റെ റസൂൽ, അങ്ങനെയാണല്ലോ. നിൻ്റെ പേന, ആ ഒരു പ്രയോഗമാണ് മുലാഫിൻ ഇലൈഹി. ആഖിറു കുത്തുബ്, അവസാനത്തെ കുത്തുബ്. അപ്പോൾ മുമ്പുള്ളതിനെ മറ്റുള്ളതിലേക്ക് ചേർത്തി പറയുന്ന ആ ഒരു ശൈലിയാണ് മുലാഫിൻ ഇലൈഹി. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഇതിലധികം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഞങ്ങൾക്ക് തരാനുള്ളത് സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനത്തിൽ നന്ദി സൂചകമായി കമൻറ്റുകളിലെ സന്തോഷം അറിയിക്കുക. റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ. ആഖിറു കുത്തുബ്, അവസാനത്തെ ഗ്രന്ഥം. സോഹിബുൽ ബൈത്ത്, വീടിൻ്റെ ഉടമസ്ഥൻ. കണ്ടില്ലേ, വീടിൻ്റെ ഉടമസ്ഥൻ. ഷംസുൽ ഉലമാ കണ്ടില്ലേ, ഷംസുൽ ഉലമാ, ഉലമാക്കളുടെ സൂര്യൻ. വസ്തുശാരിക്, റോഡിൻ്റെ മദ്യം. റഈസുൽ മുഹഖിഖീൻ, മുഹഖിഖീങ്ങളുടെ നേതാവ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നുതമ്മിമു പൂർത്തിയാക്കാനാണ്. അൽ ഫിയലു നൗആനി, ഫീൽ 2 ഇനമാണ്. മഅറൂഫ് ഡാഷ് വ മജ്ഹൂൽ, അവിടെ മജ്ഹൂൽ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ മജ്ഹൂലായ ഫീലും ഉണ്ടാവും, മഅറൂഫായ ഫീലും ഉണ്ടാവും. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ക്രിയൻ്റെ കൂടെ കർത്താവ് ഉണ്ടാവും. സെയ്ദ് അടിച്ചു, അപ്പോൾ സെയ്ദ് അടിച്ചു എന്നുള്ളതിൻ്റെ കൂടെ ആരുണ്ട്, സെയ്ദ് ഉണ്ട്. നേരെ മറിച്ച് എന്തുണ്ട്, മജ്ഹൂലാകുമ്പോൾ ആരുണ്ടാവില്ല, കർത്താവ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ആരുടെ മേലിലാണോ ക്രിയ സംഭവിച്ചത് അവനാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, സെയ്ദിന് അടി കിട്ടി. ഇപ്പം നേരത്തെ അടിച്ച ആളായിരുന്നു സെയ്ദ്, ഇപ്പോൾ അടി കിട്ടിയ ആളായി സെയ്ദ്. അടിച്ച ആളാരാണെന്നറിയില്ല. ആ ഒരു ഘട്ടമാണ് മജ്ഹൂലിൽ വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഒരു മാർക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി. ആൻഡ് ഫീൽ നൗആനി മഅറൂഫ് വ മജ്ഹൂൽ. ഓക്കെ, രണ്ടാമത്തത് അൽ ലർഫ് നൗആനി, ലർഫ് സമാൻ വ ലർഫ് മക്കാൻ. ലർഫ് 2 ഇനമാണ്, ലർഫ് സമാനും ലർഫ് മക്കാനും. അത് നോട്ട് ചെയ്ത് വെക്കുക. അൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫീൽ അല്ലദീ ഖബ്ലഹു, മുമ്പുള്ള ക്രിയയുടെ സംഭവിച്ചതിൻ്റെ കാരണത്തെ വ്യക്തമാക്കുന്നതാണ് മഫ്ഊൽ ലഹു. അങ്ങനത്തെ മസ്ദറാണ്. മഫ്ഊലുകളൊക്കെ മസ്ദറുകളായിരിക്കും, ഫീലുകളല്ല, അത് ക്രിയകളല്ല, അത് മസ്ദറുകളാണ്.
മസ്ദർ എന്ന് പറഞ്ഞാൽ ലർബ്, അടി, അടിക്കൽ എന്നൊക്കെയുള്ള അടിച്ചു അല്ലെങ്കിൽ അടിക്കും, അത് ഫീലുകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ മസ്ദർ എന്ന് പറയുന്നത്. 4 യുഹ്ദഫു തൻവീനു, തൻവീനെ കളയപ്പെടും. നൂനു തസ്നിയത്തി, രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന നൂനെയും കളയും. വൽ ജംഇ, ബഹുവചനത്തിൻ്റെ മേൽ അറിയിക്കുന്ന നൂനെയും കളയും. എപ്പോഴാണ് ഈ കളച്ചിൽ വരുന്നത്? മിമ്മ തുലാഫു, അതിനെ ചേർക്കപ്പെടുന്ന സമയത്ത്. അപ്പോൾ ഇലാഫത്ത് ചെയ്യുന്ന ചേർക്കപ്പെടുന്ന സമയത്തിൽ നിന്ന് ജംഇൻ്റെയും തസ്നിയാൻ്റെ നൂനെയും തെൻവീനെയും കളയും. അപ്പോൾ തെൻവീൻ എന്ന് പറഞ്ഞാൽ 2 വര അല്ലെങ്കിൽ 2 കെസറിൻ്റെ വര അല്ലെങ്കിൽ 2 ലമ്മിൻ്റെ കൊക്ക, ഇതാണല്ലോ തെൻവീൻ. അപ്പോൾ ഇത് ഉണ്ടാവില്ല എപ്പോൾ? ചേർക്കപ്പെടുമ്പോൾ. പിന്നെ ജംഇൻ്റെ പദമാണെങ്കിലും തസ്നിയൻ്റെ പദമാണെങ്കിലും അതിലുള്ള നൂനും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ അത്. 5 അൽ മഅതൂഫു യത്ബഉൽ മഅതൂഫ അലൈഹി ഫിൽ ഇറാബി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മഅതൂഫിൻ അലൈഹിയോട് ഇറാബിൻ്റെ വിഷയത്തിൽ യോജിക്കും. അപ്പോൾ ഇറാബ് എന്ന് എഴുതി കൊടുക്കുക. ഇറാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സെയ്ദുൻ വ അംറുൻ, വ എന്നുള്ളത് മഅതൂഫാണ്. അപ്പോൾ ഈ സെയ്ദുൻ എന്നുള്ളതിൻ്റെ ദാലിനിക്ക് ലമ്മാണല്ലോ, അതേ ഇറാബ് തന്നെ അംറുൻ എന്നുള്ള റുൻ എന്നുള്ളതിനിക്ക് വേണം. അപ്പോൾ മഅതൂഫുൻ അലൈഹിയോട് ഇറാബിൻ്റെ വിഷയത്തിൽ യോജിക്കും. അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഏതാണോ അത് ഇപ്പുറത്തുള്ള അത്തുഫിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ളതിനിക്കും കൊടുക്കണം. പിന്നെ അത്തുഫിൻ്റെ അക്ഷരങ്ങൾ അത് ഏതൊക്കെയാണ്, എത്രണ്ണമാണ് നമുക്കറിയാം, ഏതൊക്കെയാണ് അതും അറിയാം, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 4 നക്തുബു മിസാലൻ, ഉദാഹരണം എഴുതുക എന്നുള്ളതാണ്. ആദ്യം മഫ്ഊൽ ഫീഹിക്കൊരു ഉദാഹരണമാണ്. മഷൈത്തു, ഞാൻ നടന്നു. ഖൽഫ അഖീ, എൻ്റെ സഹോദരൻ്റെ പിറകിൽ. അപ്പോൾ മഫ്ഊൽ ഫീഹിയാണ് ഖൽഫ് എന്നുള്ളത്. അവിടെ കണ്ടില്ല, ഖൽഫ, അത് മഫ്ഊൽ ഫീഹിയാണ്. മഫ്ഊൽ ലഹു, ലറബൽ വാലിദു, പിതാവ് അടിച്ചു. വലദഹു, കുട്ടിയെ. എന്തിനു വേണ്ടി? തഅദീബൻ, അദബ് പഠിപ്പിക്കാൻ വേണ്ടി. ആ തഅദീബൻ എന്നുള്ളത് മഫ്ഊൽ ലഹു ആണ്. ഇനി അൽ മഫ്ഊൽ മുത്തലക്ക് ഖാഫത്തി തിഫ്ലു, തിഫിൽ കുട്ടി പേടിച്ചു. മിനൽ ഹയ്യത്തി, പാമ്പിൽ നിന്ന്. ഖൗഫൻ, എന്തിനാൽ? പേടിച്ചുകൊണ്ട്. അപ്പോൾ ഖൗഫൻ എന്നുള്ളത് മഫ്ഊൽ മുത്തലക്കാണ്. ഇതുപോലെ ഓരോന്നിനും വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചതൊന്ന് പറഞ്ഞു നോക്കുക. ചിലപ്പോൾ ഈ രൂപത്തിലാവില്ല വരിക, ചിലപ്പോൾ ഈ പറഞ്ഞത് കൊടുക്കും. നമ്മൾ ഈ വായിച്ച മഷൈത്തു ഖൽഫ അഖി എന്നുള്ളത് കൊടുത്തിട്ട് അത് ഏതാണ്, അതിൽ മഫ്ഊൽ ഫീഹി ഏതാണ്, അല്ലെങ്കിൽ അത് മഫ്ഊൽ ലഹുവിന് വേണ്ടിയാണോ മുത്തലക്കിന് വേണ്ടിയാണോ വന്നത് എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം പല വിധേയത്തിൽ 2-3 പേപ്പറിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇനി 5 നുക്കമിൽ പൂരിപ്പിക്കാനാണ്. ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ മാ ദല്ലാല അക്സറ മിൻ ഇസ്നൈനി, 2 അധികമുള്ളതിൻ്റെ മേൽ അറിയിക്കും. മാ സലാമത്തി ബിനായി മുഫ്രദിഹി, ഏകവചനത്തിൽ മാറ്റം വരാത്ത രൂപത്തിൽ, ഏകവചനം രക്ഷപ്പെടലോടുകൂടെ 2 കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കും. അപ്പം മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിമൂന എന്ന് പറയുന്നത് അതിൻ്റെ ജമ്മു മുദക്കർ സാലിമാണ്. കണ്ടില്ലേ, മുസ്ലിമു വരെ ഉണ്ട്. പിന്നെ മൂന എന്നുള്ള ആ വാവ് നൂനേ കൂടുതലുള്ളൂ. ഏകവചനത്തിനൊരു മാറ്റവും, അത് അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ചിലത് വാവും നൂനൊക്കെ അധികരിപ്പിക്കൽ കൊണ്ട് ഇങ്ങനെ മാറി മാറി വരും. ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ ആ ജുമിയ ബി അലിഫിൻ വ തായിൻ, അലിഫ് കൊണ്ടും താവും കൂടുതലാക്കൽ, അത് കൂടുതലാക്കിയാൽ മതി. മസീദത്തേനി അല മുഫ്രദിഹി, അതിൻ്റെ ഏകവചനത്തിനേക്കാളും അലിഫും താവും കൂട്ടിയാൽ മതി. ഏതാവും? ജമ്മു മുഅന്നസ് സാലിം ആവും. അതിൻ്റെ മുഫ്രദ് രക്ഷപ്പെടും. ഇപ്പോൾ മുസ്ലിം എന്നുള്ളതിനെ നമുക്ക് ജമ്മു മുഅന്നസ് സാലിമാക്കുമ്പോൾ മുസ്ലിമാത്ത്, കണ്ടില്ലേ, മാ കഴിഞ്ഞിട്ടൊരു അലിഫിട്ട് ഒരു താട്ട് കൊടുത്താൽ ജമ്മു മുഅന്നസ് സാലിമായി. അത്രയേ ഉള്ളൂ. 6 നംല ഉൽ ഫറാ, ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം പൂരിപ്പിക്കാനാണ്. മുകളിലെ ഹെഡിങ് വായിക്കാം. മുഫ്രദ് മുദക്കർ, ആണുങ്ങളുടെ ഏകവചനം, അതിൻ്റെ ജമ്മു മുദക്കർ സാലിം. ജമ്മു മുദക്കർ ബഹുവചനം ജമ്മു മുദക്കർ സാലിം. ഇനി മുഫ്രദ് മുഅന്നസ്, പെണ്ണുങ്ങളുടെ ഏകവചനം, അതിൻ്റെ ബഹുവചനമാണ്. ഏതാവണം? മുഅന്നസ് സാലിം ആവണം. മുഅല്ലിമിൻ്റെ എന്താണ്? മുഅല്ലിമൂനയാണ്. മുഅല്ലിമത്ത് മുഅല്ലിമാത്തുൻ. സ്വായിമ് സ്വായിമൂന, സ്വായിമത്തുൻ സ്വായിമാത്തുൻ. മുശ്രിക്കുൻ മുശ്രിക്കൂന, മുശ്രിക്കത്തുൻ മുശ്രിക്കാത്തുൻ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ മുസ്ലിമത്തുൻ എന്ന് പറയണം, മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ. അവിടെ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടാകും. ഞാൻ മുസ്ലിമുൻ എന്നാണ് പറഞ്ഞത്, മുസ്ലിമുൻ എന്ന് പറഞ്ഞാൽ ആണിൻ്റെ ആണ്. അപ്പോൾ മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ എന്നാണ് നേരത്തെ മുകളിൽ പറഞ്ഞ ജമ്മു മുദക്കറിൻ്റെ ഉദാഹരണം പറഞ്ഞു കൊടുത്തത്.
ഇനി അടുത്തത് നുത്തർജിമ പരിഭാഷപ്പെടുത്താനാണ്. ലിബാസുൽ മുസ്ലിമാത്തി വാസിയത്തുൻ, മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം വിശാലമാണ്. അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചിട്ട് ഇറുകിയ വസ്ത്രം ഇടരുത്. പ്രത്യേകിച്ച് ജീൻസ് പാൻറ്റൊക്കെ പെണ്ണുങ്ങൾ ഇട്ടാൽ അതൊക്കെ വളരെ മോശമാണ്, ലജ്ജയില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. കൂട്ടത്തിൽ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഷ്തറയത്തുൽ കലമ വൽ കിർത്താസ, ഞാനൊരു പുസ്തകവും പേനയും വാങ്ങി. അപ്പോൾ ഇതൊന്നും നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല ഇങ്ങനെ വരും എന്നുള്ളത്. കാരണം ഒരുപാടെണ്ണുണ്ട് ചോദിക്കാൻ. അപ്പോൾ ഇഷ്ടമുള്ളത് ചോദിച്ചേക്കാം. പാഠഭാഗവുമായി നല്ല ബന്ധമുള്ളവർക്ക് ഏത് പരിഭാഷപ്പെടുത്താൻ വന്നാലും അറിയും. പിന്നെ അതിൽ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളുണ്ടാവും, ആ വാക്കുകളെ മേലെ പിടിക്കുക, എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ചിലപ്പോൾ കിട്ടും. ഇനി എട്ടാമത്തത് നുവരിബ് അറബിയാക്കാനാണ്. പിതാവിൻ്റെ കുപ്പായം ഞാൻ കഴുകി. വസൽത്തു കമീസൽ അബി. 2, നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത്. ലാ തൽഅബ് വസ്ത ഷാരികെ. ഇപ്പോൾ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ രൂപം നമുക്ക് കൃത്യമായി മനസ്സിലായി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നു. വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ വന്ന പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയതിനെയൊക്കെ മനസ്സിലാക്കി നല്ല രൂപത്തിൽ നമുക്ക് നിർദ്ദേശ പാഠങ്ങളൊക്കെ മനോഹരമായി പഠിക്കുക. പാഠങ്ങളൊക്കെ അർത്ഥം വെച്ച് പഠിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് വാർഷിക പരീക്ഷ, പൊതുപരീക്ഷയുടെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ വരാനുണ്ട്. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. പിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് അൽഹംദുലില്ലയോ മറ്റോ എന്തെങ്കിലും ഒന്ന് എഴുതി ഒരു സന്തോഷം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും